ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ഇട്ട് പോവാം. അതെ, നമ്മളെ ഫ്ലിക്സ് എങ്ങനെയാണ് പ്ലാൻ, ഈ മാരേജ് പ്ലാൻ എന്നിവ ഫ്ലിക്സ് ഇട്ടത് എല്ലാം നമുക്ക് സ്റ്റോറിക്ക് നോക്കാം. അതെ, നമുക്ക് എങ്ങനെ ഫ്ലിക്സ് വന്നത് അറിയാം. ഫ്ലിക്സ് പറഞ്ഞ ഹീറോയ്ക്ക് എന്നെ ഭയങ്കര കാര്യം. ഫ്ലിക്സിൻ്റെ വീട് ഹീറോയിൻ്റെ അടുത്ത് വീടാണ്. അങ്ങനെ ഫ്ലിക്സൊക്കെ ഹീറോ ഇത് സാഡാന്ന കാര്യം റോസ് കോൾ ചെയ്ത് പറയായിരുന്നു. റോസ് പറഞ്ഞു കേട്ടപ്പോൾ ഫ്ലിക്സിക്ക് ഭയങ്കര ബേജാറായിരുന്നു. ശരി, ഓക്കെ, ഞാൻ പ്ലാൻ ചെയ്താൽ മതി, നടക്കട്ടെ എന്ന് ഫ്ലിക്സ് ഒരു പ്ലാൻ ഇട്ടായിരുന്നു. ഫ്ലിക്സ് വന്ന് ഹീറോയിൻ മമ്മി ഡാഡിയോട് ഇതൊരു പ്ലാനാണ്, നിങ്ങൾക്ക് നിങ്ങളെ മറുമോൻ വരും, അതുമാത്രമല്ല നിങ്ങളെ മുകളിൽ ലവ് ചെയ്ത് ഇത് സെറ്റാവും, നോക്ക് സെറ്റാതിരിക്കല്ല. ഫിലിക്സ് പറഞ്ഞ വീഡിയോസ് നമ്പർ ശ്രദ്ധിച്ച് നോക്കും ഫിലിക്സിക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ട് ഫിലിക്സ് പ്ലാൻ ചെയ്തതാണ് ഇതെല്ലാം. ഞങ്ങൾ ഇതൊരു ആക്ടിങ്, ഇത് റിയൽ മാരേജ് ഒന്നുമല്ല, ഒരു ആക്ടിങ് ആണ്. ഞാൻ മാരേജ് ഒന്നും വയ്ക്കുന്നില്ല, മാരേജ് നടക്കും എൻ്റെ കൂടെ അല്ല എന്ന് ഫിലിക്സ് ഓൾറെഡി പറഞ്ഞിരുന്നു. നോക്ക്, ഇത് സെറ്റാകും, ഇല്ല വേറെ വഴിയില്ല, ഇല്ല അവൾക്ക് കൂടെ മാരേജ് പോലെ ആക്ടിങ് ചെയ്യാം, ഇല്ല അവർക്ക് ഇവളെ വളരെ ഫീലിങ്സ് ഉണ്ടാ, അവർ തന്നെ ഇവളെ മാരേജ് കഴിക്കുമെന്ന് ഫ്ലിക്സ് പറഞ്ഞായിരുന്നു. ഇല്ല ഞാൻ തന്നെ വരെ ചെയ്ത് ആക്ടിങ് ചെയ്താൽ മതി, ഇല്ല ഇവിടെ മയങ്ങി വേണ്ട, ഇല്ല ഞാൻ മയങ്ങി വേണ്ട എനിക്കാം, ഇല്ല ഇവിടെ മയങ്ങി വേണ്ട എനിക്ക് ഫ്ലിക്സ് പറയായിരുന്നു. നീ മയങ്ങി വേണ്ട ആക്ടിങ് ചെയ്താൽ മതി. ഹീറോ ഓക്കെ എന്ന് പറയായിരുന്നു. നോക്ക് അവർ ചില സാധനം നോക്കാം. ശരി, ഓക്കെ എന്നെ സമ്മതിച്ചായിരുന്നു ഹീറോയി. അങ്ങനെ മാരേജ് നടക്കാൻ പോകുന്നു. അത് വിത്ത് സൈഡ് മാരേജ് ആണ്. അങ്ങനെ ഗേളിനെ വിളിച്ചോണ്ട് വരാൻ പറയായിരുന്നു. അങ്ങനെ പീറ്റേഴ്സ് മെമ്പർ അവിടെ നിന്ന് നോക്കിയായിരുന്നു. ഹീറോയിനാണ്ട് മൊത്തത്തിൽ അവർക്ക് എന്ത് ചെയ്യണം ഏത് ചെയ്യണം അറിയില്ലായിരുന്നു. പാവ ഹീറോയിൻ സ്മൈൽ ചെയ്തിട്ട് സ്മൈൽ ചെയ്തിട്ട് അങ്ങനെ ബീച്ച് സൈഡ് വന്നായിരുന്നു. അതായിട്ട് ബീച്ച് വെഡിങ് ഡ്രസ്സ് ഇട്ടാണ് നടന്നുകൊണ്ട് വന്നായിരുന്നു. പീറ്റേഴ്സ് മെമ്പർ ഫിലിക്സിനെ നോക്കുക, ഹീറോയിനെ നോക്കുക, ഹീറോയിൻ ചിരിച്ചോട് വരായിരുന്നു. അങ്ങനെ കൊണ്ട് ഫ്ലിക്സ് ഹാ എന്ന് ടൈറ്റ് അടിക്കുന്ന പോലെ നോക്കായിരുന്നു. ഇത് ഷുഗർക്ക് ടെൻഷനായിരുന്നു. പാവ ഫ്ലിക്സ് അതൊന്നും അറിയില്ല, ഫ്ലിക്സൊക്കെ എന്ത് ആപത്ത് വരാൻ പോകുന്നു ഫ്ലിക്സൊക്കെ അറിയില്ലായിരുന്നു. അങ്ങനെ മാരേജ് നടക്കാൻ പോകുമ്പോൾ അങ്ങനെ ഹീറോയ്ക്ക് കൈ ഡാഡി കൊടുക്കാൻ പോകുമ്പോൾ ജങ്കുക്ക് വന്ന് കൈ പിടിച്ചായിരുന്നു. എന്താ എന്ന് പറയായിരുന്നു. അത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മാരേജ് കഴിഞ്ഞിട്ടായിട്ട് പറയാമെന്ന് ഹീറോയിൻ്റെ ഡാഡി എന്താ എന്ന് കൈ കൊടുക്കുക. ജാങ്കു കൈ പിടിച്ചായിരുന്നു. ജെന്ന് 7 ഓവർ വന്നിട്ട് ഹീറോ ഡാഡി ഒരുമാതിരി നോട്ടായിരുന്നു. ഹീറോ ഡാഡിക്ക് ഒന്നുമില്ല, എന്താ അവർക്ക് മാരേജ് അതൊന്നും നടക്കാൻ കാര്യം എന്ന് പറയായിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞ് മാരേജ് എടുക്കാൻ പാടില്ലായിരുന്നു. അങ്ങനെയായിട്ട് അവർ നെക്കിലെന്തോ ഉണ്ടായിരുന്നു. അങ്ങനെ റിങ് എടുത്ത് ഹീറോയിനെ കൈ ഇട്ടായിരുന്നു. 7 ഓവർ പിടിച്ചിട്ട് ഹീറോയിൻ മാരേജും കഴിച്ചോറ്. ഹീറോയ്ക്ക് കൺഫ്യൂസാണ്. ആ റിങ് പറഞ്ഞ ഹീറോയിനെ കൈ കിട്ടായിരുന്നു. ഇത് ഫ്ലിക്സിക്ക് ഷാക്കായിരുന്നു. മാത്രമല്ല ഫ്ലിക്സിന് കൂടെ ഉണ്ട ഗേൾസിക്ക് ഷാക്ക്, 2 പേർക്ക് ഷാക്ക്. ഹീറോയിൻ്റെ ഫ്രണ്ട്സിക്ക് എന്താണ് ഇപ്പം എൻ്റെ വൈഫായി എന്ന് പറഞ്ഞായിരുന്നു. എടുത്തോട്ട് അവർക്ക് വീട്ടിൽ മാരേജ് കഴിച്ചു. ഹീറോയ്ക്ക് ഷാക്കായിട്ട് തള കറക്കാതെ അവിടേക്ക് പൊത്തൊന്നും മയങ്ങി വീണ്. വിളിച്ച് പറയായിരുന്നു, ഞാൻ ആക്ടിങ് ചെയ്യാൻ വന്നു, നീ എന്തിനു മയങ്ങിയത് ചെയ്തത്. ഹീറോയ്ക്ക് ഷാക്കിൽ മയങ്ങി വീണ്. അപ്പോൾ ആറ പറയായിരുന്നു, ശരി ഞാൻ എടുത്തോണ്ട് പോവാ, അങ്കിൾ നിങ്ങളുടെ മോളും കൂടെ എനിക്ക് മാരേജ് ആയി, അങ്കിൾ വിഷമിക്കണം അങ്കിൾ, ആക്ച്വലി ഞങ്ങൾ ഒരു 7 പേരെ ഹീറോയിൻ ലവ് ചെയ്യാം എന്നെ പറഞ്ഞ്. ഇപ്പം എൻ്റെ വൈഫാ, പ്രശ്നമില്ല അങ്കിൾ, നിങ്ങൾ എൻ്റെ വീട്ടിൽ പോവാ എന്ന് പറഞ്ഞ്. അങ്ങനെ അവർക്ക് ഡ്രൈവർ ഉണ്ടായിരുന്നു. അങ്ങനെ ഡ്രൈവർ കൂടെ ഹീറോയിൻ്റെ മമ്മി ഡാഡി വണ്ടി കയറിയായിരുന്നു. അവർക്ക് ഷാക്ക്. ഫ്ലിക്സിക്ക് എന്താ ഇവിടെ നടക്കുന്നത് എന്ന് ഫ്ലിക്സ് റിയാക്ഷൻ. അപ്പോൾ റോസ് പോലെ ഫ്ലിക്സ് മണ്ടയ്ക്ക് ഒരു അടി വെച്ചായിരുന്നു. എന്ന് ബേബിക്ക് ഇത് മണ്ടയ്ക്ക് അടിക്കുന്നത് എന്ന് റോസിനോട് കേൾക്കായിരുന്നു. എന്താണ് നടക്കുന്നത് റോസ് കേൾക്കായിരുന്നു. നീ ഇതാ പ്ലാൻ ഇട്ടാ, എനിക്ക് ഓൾറെഡി സാർക്ക് മേലെ കാണുന്നുണ്ട്, എന്താ നീ പറഞ്ഞ. ശരി, ഓക്കെ, ഇപ്പോൾ ഫ്ലാഷ് ബാക്ക് പറയായിരുന്നു ഫ്ലിക്സ്. ഇവിടെ ലവ് ചെയ്തത് എനിക്ക് ഓൾറെഡി അറിയോ, ഞാൻ യഥാർത്ഥം നോക്കുമ്പോൾ നിനക്ക് ഒരു ദിവസം അറിയോ ഹോട്ടലെ കുറിച്ച് പറയായിരുന്നു. റോസ് കേൾക്കായിരുന്നു. എന്താ ഹോട്ടൽ? അതെ, നടന്ന കാര്യം പറയായിരുന്നു. ഹീറോ റൂമിൽ മമ്മി ഡാഡി വെളിയിൽ പോയായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് നല്ല ഒരു ജ്യൂസ് കുടിച്ചായിരുന്നു, ഓർമ്മ ഉണ്ടാവും. അതെ, എനിക്ക് ആ കുടിച്ച പിന്നെ വർക്ക് വന്നായിരുന്നു, അത്ര എനിക്കറിയോ. ഇങ്ങനെ ഫ്ലാഷ് ബാക്ക് വീഡിയോ കാട്ടായിരുന്നു. ഹീറോയ്ക്ക് ഒരു ജ്യൂസ് വന്ന്, ഞാൻ ഓർഡർ ചെയ്തില്ല, നിങ്ങൾ മമ്മി ഓർഡർ ചെയ്ത. ഹീറോ അത് കുടിച്ച് നല്ല ഓർക്കായി. 7 പേര് ഹീറോയിൻ റൂമിൽ വന്നത്. ഹോട്ടൽ പറഞ്ഞ ജിന്നി, അത് പീച്ചസ് നമ്പർ ഹോട്ടലായിരുന്നു. അങ്ങനെ 7 പേര് ഹീറോയിൻ റൂമിൽ വന്നായിരുന്നു. ഹീറോയിനെ കിസ് അടിച്ചിട്ട് അവർ 7 പേര് പോയായിരുന്നു. ഇത് ഫ്ലിക്സ് വായി കൈ വെച്ച് ഇന്നെ കണ്ടിട്ടാണ് മാരേജ് കഴിക്കും എന്ന് അവർ പറഞ്ഞു. മാരേജ് കഴിക്കാന് പഠിച്ചിട്ടാണോ എന്ന് പറഞ്ഞ് അവർ സംസാരിച്ച് പോകുന്നത്. ഇതെല്ലാം കേട്ടായിരുന്നു. പ്ലീസ് വായി കൈ വെച്ച് അടി പാവീസ്. അപ്പോൾ നിങ്ങളെ ലവ് ചെയ്യുന്നോ? ശരി, നിങ്ങളുടെ പഠിക്കുന്ന ടോർച്ചർ നിങ്ങൾക്ക് വെച്ചിട്ട് ടോർച്ചർ എന്ന് പറഞ്ഞാൽ പ്ലീസ് പ്ലാൻ ഇട്ട് ഹീറോയിലേക്ക് ബേജാറാക്കുന്നത് പ്ലീസ് സാഡായിരുന്നു. ശരി, ഓക്കെ, ഇതാണ് പറഞ്ഞത്. എന്താ അപ്പോൾ ജങ്കു സാർ അത് ഇല്ലപ്പം അതൊന്നുമില്ല, നടന്ന കാര്യമല്ല. ജങ്കു സാറ് ലവ് ഒന്നും ചെയ്തില്ല, ആ പെണ്ണ് വേറെ ഒന്നും ചെയ്തതാ എന്ന് പറയായിരുന്നു. ബിസിനസ് പാർട്ട്ണറിൻ്റെ മകളാണെന്ന് പറയായിരുന്നു.
ഓ അങ്ങനെയാണോ? കാരണം ഹീറോയ്ക്ക് ഭയങ്കര ഇപ്പം നോക്കാം ഹീറോ ഇപ്പോൾ ഒരു വലിയ പാലസ് മാതിരി വീട്. ആ വീട്ടിലത് ബെഡ് വലിയതാണ്. ഏഴുമാരി ഹീറോയിനെ കുറ് നോക്കായിരുന്നു. ഹീറോ കേൾക്കായിരുന്നു നിങ്ങളാരാ എന്ന് പറയായിരുന്നു. അയ്യോ നിങ്ങളാരാ എന്ന് പറഞ്ഞ ഹീറോയി എന്താ അജ്മൽ കേൾക്കായിരുന്നു നിങ്ങൾ എന്തിനാ എടുത്തോണ്ട് വന്നു ഞാനിപ്പോൾ ഓടുള്ളൂ എന്താ പറയുക അജ്മൽ പറ ആയി ഇവിടെ എന്താ എന്ന് സുഖം മുറക്കായിരുന്നു. എന്തടി ഞങ്ങളല്ലാതെ നീ ഞങ്ങളെ പുറകെ നടന്നിട്ട് ഇപ്പോൾ വേറെ ആളെ മാരേജിലേക്ക് നോക്കുന്നത് അത് സുഖം മുറക്കായിരുന്നു ഹീറോയിന്. അതല്ല നിങ്ങൾക്ക് എന്നെ പിടിച്ചില്ല നിങ്ങൾക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടല്ലേ എന്നെ പറയായിരുന്നു. എന്നെ വീണ നോക്ക് മുറക്കായിരുന്നു വീണൊക്കെ ഹീറോയി. ജങ്കുക്കൊരു ഭയങ്കര മുറക്കായിരുന്നു. നീ ആ റൂമിൽ കിസ് അടിക്കുന്നത് നോക്കിയായിരുന്നു റൊമാൻസ് ചെയ്യായിരുന്നു ആ പെണ്ണ് കൂടെ. ജിമ്മിനെ നോക്കി നീ ആ പെണ്ണ് കൂടെ ഒരു ജിമ്മിനെ മറിച്ചതായിരുന്നു സ്വിമ്മിങ് പൂളിൽ. ഇതിനായിട്ട് എല്ലാവരും ഓരോന്ന് ചെയ്താൽ പറയായിരുന്നു 7 പേർ ചിരിക്കാതെ അടങ്ങിയായിരുന്നു ഹീറോയെ നോക്കി എന്താ എന്ന് പറയാമായിരുന്നു. ആഹാ അപ്പം സാധനിക്കോ എന്നെ ഹീറോയിൻ ഇറ്റായിട്ട് പറയണേ ഹീറോയിനെ സമാധാനമാക്കുമായിരുന്നു. ഹീറോയിൻ മുറിക്കായിരുന്നു കണ്ട കഥ പോകായിരുന്നു. 7 പേർ തല എങ്ങനെടാ ഇവിടെ സമാധാനമാക്കുന്നതെന്ന് പറഞ്ഞ് 7 പേർ ഹീറോ സമാധാനം ട്രൈ കഷ്ടപ്പെട്ടായിരുന്നു. ഇപ്പം സമാധാനമാണ് ഹീറോയിൻ. അതിനായിട്ട് മമ്മി ഡാഡിക്കൊക്കെ ഇങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങിയായിരുന്നു. ഹീറോയിൻ നല്ല പഠിച്ചോ നീ പഠിച്ചില്ല പിന്നെ ഗ്രാജുവേറ്റ് ആവില്ല നമുക്ക് ബേബിനോ പ്ലാൻ ചെയ്യാം എന്ന് പറയായിരുന്നു. ഹീറോയിൻ പഠിച്ചത് ഗ്രാജുവേറ്റ് ഞാനായിട്ട് ഹീറോയിൻ ഫൈനൽ ഇയർക്ക് എത്തിയായിരുന്നു ഹീറോയിൻ. പിന്നെ ഗ്രാജുവേറ്റ് ആവണം എനിക്ക് കുറച്ച് നാളുണ്ട് എന്ന് പറയായിരുന്നു. എന്നിട്ട് ഹീറോയിൻ പഠിച്ചത് കഴിഞ്ഞ് ഇപ്പോൾ ഡേയ്സ് കുറച്ച് പോയി ഹീറോ ഗ്രാജുവേറ്റ് ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. ഗ്രാജുവേറ്റ് ആണ് ഹീറോ ഗ്രാജുവേറ്റ് പാർട്ടിയായിരുന്നു. ഹീറോ ഭയങ്കര ഹാപ്പിയായിരുന്നു. അങ്ങനെ ഫ്ലിക്സ് വന്ന് ഹീറോയുടെ സഞ്ചരിക്ക് ട്രെയിൻ ഇത് 7 പേർക്ക് ഫ്ലിക്സ് വളരെ കൊള കാണായിരുന്നു. ഫ്ലിക്സ് പറയായിരുന്നു അങ്ങനെ കൈവെക്കായിരുന്നു ജിമ്മിന് മോർക്കായിരുന്നു 7 പേർ ഹീറോ ഫ്ലിക്സ് ഒന്നുമില്ലാന്ന് ഫ്ലിക്സ് അവിടുത്തെ ഓടി പോയായിരുന്നു. അങ്ങനെ ഹീറോ ഇതെൻ്റെ ജ്യൂസാ എന്ന് പറഞ്ഞു ഹീറോ ഓറഞ്ച് ജ്യൂസ് എന്ത് അതൊരു ഡ്രിങ്കാണ് അത് ഹീറോ കുടിച്ചായിരുന്നു. ഇത് ജിമ്മിന് കുടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഓർഡർ ചെയ്തത്. ജിമ്മിന് വന്ന് നോക്കുക അയ്യോ ഒരു ജ്യൂസ് എല്ലാം അത് വൈന് ജിമ്മിന് തല കഴിച്ച് ബാക്കിയായിട്ട് പറയായിരുന്നു. അതെ ഹീറോയിൻ ശരി കുടിച്ചിട്ട് ഒരുമാതിരി അകലെ ചെയ്യാറ് 7 പേർ ഹീറോയിൻ വീട്ടിൽ വിളിച്ചോണ്ട് പോയായിരുന്നു.